ഗൈസ്, അങ്ങനെ നമ്മളിന്ന് പാൽക്കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അരിപ്പൊടി എടുത്തു, അത് നമ്മൾ ചൂടുവെള്ളത്തിലെല്ലാം കുഴച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാലടപ്പത്ത് വെച്ചു. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ബോൾസ് എല്ലാം പെറുക്കി അതിലിട്ടു. പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ തീയെല്ലാം ഒന്ന് കുറച്ച് വെച്ചു. അപ്പോൾ അത് നന്നായി ഇടക്കിടന്ന് വെന്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ 2-3 ഏലക്കായും കൂടെ പൊടിച്ചതിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അതിന് ഇച്ചിരി അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടെ കലക്കി വെച്ചു. അതുകൂടി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ പാൽക്കൊഴുക്കട്ട എല്ലാം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പം നമ്മളിത് ഷാമി കിച്ചണിൽ കണ്ടതാണ്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പം കുഞ്ഞു പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം കൊടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പം നല്ല രസമുണ്ട്, കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പാലും തേങ്ങാപ്പാലും മാത്രമാണ്. അപ്പം ഇത് കഴിച്ച് നോക്കണം. ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.